ഇത്രയും കേട്ട സമയത്താണ് പരീക്ഷത്തിൻ്റെ ചോദ്യം. അങ്ങ് ഇത്ര നേരമായിട്ടും ഒരു കാര്യം മിണ്ടിയില്ല. എൻ്റെ മുത്തശ്ശനെ വിവാഹം കഴിച്ചത്, അതാണ് സുഭദ്രാഹരണം. പറഞ്ഞു എന്താ കാര്യം ചോദിച്ചാൽ, അത് അർജുനൻ അങ്ങോട്ടും സുഭദ്രയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇഷ്ടം തന്നെയാണ്. ഇടയ്ക്ക് കൃഷ്ണനോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അർജുനൻ, എനിക്ക് അങ്ങയുടെ അനിയത്തിയെ ഇഷ്ടമാണ് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു നടക്കും തോന്നണില്ല, ഉള്ളത് പറയാലോ, ആരോഗ്യമായിട്ട് കാര്യമില്ല, നടക്കില്ല. എന്താ കാരണം വെച്ചാൽ സുഭദ്രയെ ദുര്യോധനന് കൊടുക്കണം എന്നാണ് ഏട്ടൻ പറയണത്, പണ്ടേ പറയാറുണ്ടത്. ഏട്ടന് എതിരായിട്ടൊന്നും ഞാൻ ചെയ്യൂല. അർജുനൻ പറഞ്ഞു വലിയ ഇഷ്ടമായിരുന്നു. വലിയ ഇഷ്ടമാണോ? വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ രുക്മിണിയെ കഴിച്ച പോലെ കഴിച്ചോളൂ. അതെങ്ങനെയത്? ഏട്ടന്മാരൊന്നും സംഭവിച്ചില്ല, പിന്നെ ഞാനങ്ങോട്ട് കൊണ്ടുവരേണ്ടായത്. അതുപോലെ ഏട്ടൻ സംഭവിച്ചില്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ എന്നാണ്. ഞാനൊന്നും ഇടപെടില്ല. അങ്ങനെ കൃഷ്ണൻ്റെ ഒരു അനുവാദമുണ്ട്. ആ സ്ഥിതിക്ക് എന്തായാലും അർജുനനൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു ഹസ്തിനാപുരിയിൽ നിന്ന്. അപ്പം അദ്ദേഹം വേഷം ഒന്ന് മാറി സന്യാസി വേഷം കെട്ടി, കായ് ഉണ്ട കൊടുത്ത് രുദ്രാക്ഷമാലയൊക്കെ അണിഞ്ഞ് ഓം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ദ്വാരകയിൽ വന്നിരിക്കുകയാണ്. അവിടെ മലയുടെ മുകളിൽ ഒരു സ്വാമിയാരെത്തിയെന്ന് കേട്ടപ്പോഴേക്കും ബലരാമസ്വാമി തൊഴാൻ പോയി. അവിടെ എത്തിയപ്പോഴേക്കും അദ്ദേഹം കവണ്ണം അങ്ങോട്ട് കടന്നു. നമസ്കരിക്കുന്ന വിചാരിച്ചതല്ല, മുഖം കാണാൻ കരുതിയിട്ട് കവണ്ണ് കിടക്കുക. ബലരാമൻ പറഞ്ഞു ഇങ്ങനെ നമസ്കരിക്കൊന്നും വേണ്ട, സന്യാസിമാർ അങ്ങോട്ടാ നമസ്കരിക്കുക ഇങ്ങോട്ടല്ല എന്നൊക്കെ പറഞ്ഞു. ആര് കേൾക്കണു? അദ്ദേഹം എണീക്കണമെന്നല്ല. തിരിച്ചിങ്ങോട്ട് വന്ന് കൃഷ്ണനോട് പറഞ്ഞു ബലരാമൻ, ഞാനൊന്ന് ഉറപ്പിച്ചു, നല്ലൊരു സന്യാസി അവിടെ വന്ന് ആ വെയിലും മഴയും കൊണ്ട് പാവം അവിടെ അങ്ങനെ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുക. നമ്മൾ കേമന്മാർ ഇവിടെ ഉള്ളപ്പം അദ്ദേഹം ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ? ഇവിടെയാണെങ്കിൽ എത്രയാ മുറികൾ നിശ്ചയില്ല, ധാരാളം മുറികൾ. ആ സുഭദ്രയുടെയൊക്കെ കൊട്ടാരത്തിൽ എത്രയാ മുറികൾ, ഞാൻ ആളെങ്ങോട്ട് കൊണ്ടുവരിക എന്നും പറഞ്ഞു. കൃഷ്ണൻ ചോദിച്ചു വേണോ? ആവശ്യമില്ലാണ്ട് ഓരോന്ന് ആവശ്യമുണ്ടോ? നിർബന്ധ? ഞാൻ ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ആര് കൊണ്ടുവന്നു? അർജുനനെ മനസ്സിലാക്കിയിട്ടില്ല. സന്യാസിയെ ആര് കൊണ്ടുവന്നു? ഇവിടെ സുഭദ്രയുടെ കൊട്ടാരത്തിൽ. രാവിലെ ആയാൽ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് ആരാ? സുഭദ്രയാണ്. ഇഡ്ഡലി ആയാൽ ഇഡ്ഡലി കൊണ്ടു കൊടുക്കും, ഉച്ചയ്ക്ക് ഊണായാൽ ഊണ് കൊണ്ടു കൊടുക്കും, വൈകുന്നേരത്തെ കാപ്പി, ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പം ബലരാമൻ അവിടെ പോയി നിൽക്കുകയാണ്. ആ ചണ്ടക്കൊട്ടൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു അതെ സന്യാസിയെ കാണാനില്ല. അദ്ദേഹം പറഞ്ഞു സന്യാസിമാരിങ്ങനെ ഒരു ദിക്കിലിരിക്കൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ പോവും, അത്രയേ ഉള്ളൂ. അയാൾ പറഞ്ഞു സന്യാസി മാത്രമല്ല സുഭദ്രയെ കാണാനില്ല. അതങ്ങോട്ട് കേട്ടപ്പം എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോഴാണ് മനസ്സിലായത് സംഗതി ആരാ. ഇത് വന്നത് അർജുനാണ്, വേഷം മാറി വന്നതാണ്. ദേഷ്യം അങ്ങോട്ട് വർദ്ധിച്ചു, കലപ്പെടുത്തു. അർജുനനെ ഞാനിപ്പം ഇല്ലാണ്ടിയാക്കുന്നൊക്കെ പറഞ്ഞ് പുറപ്പെടുകയാണ്. അപ്പം ഭഗവാൻ വന്ന് പറഞ്ഞു എന്താ അപ്പം അങ്ങയുടെ ഉദ്ദേശം? അർജുനെ കൊല്ലാനാണോ? അർജുനെ കൊന്നപ്പം എന്താ ഉണ്ടാവുക? നമ്മുടെ അനിയത്തി വിധവയാവില്ലേ? അല്ല അർജുനന് ഇപ്പം എന്താ ഒരു കുറവ് എന്ന് ചോദിക്കട്ടെ. ആ കുട്ടിക്ക് അങ്ങോട്ടും ഇഷ്ടമാണ്, അർജുനന് ഇങ്ങോട്ടും ഇഷ്ടമാണ്, പിന്നെ ഇപ്പം എന്തിനാ വെറുതെ? എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടു പോയിട്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശം ആണ്. ഇനി ഒന്ന് ഞാൻ പറയാം, അർജുനൻ സുഭദ്രയെ കൊണ്ട് പോവല്ല ഉണ്ടായത്. CCTV നോക്കിയപ്പം സുഭദ്രയെ വണ്ടി ഓടിക്കണത്. സുഭദ്ര അർജുനെ കൊണ്ടുപോയതാ. അപ്പം അതുകൊണ്ട് നല്ലതെന്താ വെച്ചാൽ ഇപ്പം ആരും അറിഞ്ഞില്ല, അങ്ങ് വിളിച്ചപ്പോട്ട് എല്ലാവരെയും അറിയിക്കേണ്ട. നമുക്കൊരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് നടത്തി കൊടുക്കാം പോരെ? അങ്ങനെ ചെയ്ത പേരും ഉണ്ടാവില്ല. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഇങ്ങനെയാണ് അങ്ങയുടെ മുത്തശ്ശനെ വിവാഹം കഴിച്ചത്. ആ കഥയും കേട്ടു. അതിനുശേഷം പിന്നെ ഒരു കഥ സൂചിപ്പിച്ചു. ഇനി കഥ ഭാഗം ഒന്ന് മാറുകയാണ്, ഭാഗവത്തിൻ്റെ ഒരു രീതി ഒന്ന് മാറുകയാണ്. പണ്ട് ശ്രുതദേവൻ എന്ന പേരായിട്ടൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയ മോഹം എന്താ വെച്ചാൽ ഇല്ലത്തേക്ക് ഭഗവാനെ വിളിക്കണം, എന്നിട്ട് ഊണ് കൊടുക്കണം. ആ ഒരു വിചാരം അദ്ദേഹത്തിന് കുറേ കാലമായി ആഗ്രഹം. ഒരിക്കലും വന്ന് പറഞ്ഞു ഭഗവാനോട്, ഭഗവാൻ എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ബഹുളാശു എന്ന പേരായിട്ടൊരു രാജാവ്, വലിയ കേമന, അയാൾക്കും മോഹം, മോഹം കൊട്ടാരത്തിലേക്ക് ഭഗവാനെ വിളിച്ച് ഊണ് കൊടുക്കണമെന്ന്. ഭഗവാൻ അയാൾക്കും മൂളി ഒരേ ഡേറ്റ് ഒരേ സമയം രണ്ടുപേർക്കും കൊടുത്തു. അപ്പോൾ കൂടുള്ളവർക്ക് ആകെ പരിഭ്രമിച്ച് എന്താ ഇപ്പം ചെയ്യുക, രണ്ടുപേർക്ക് ഒരേ ഡേറ്റ് കൊടുത്താൽ എങ്ങനെയാണ്? ആ സമയമായപ്പോൾ ഭഗവാൻ രണ്ടായി മാറി തന്നെ. രണ്ടായി ചമഞ്ഞമ്പൊടു വാസുദേവൻ രണ്ടേടവും ചെന്നഥ പൂജ വാങ്ങി. രണ്ട് ദിക്കിലേക്കും ഭഗവാൻ ഒരേ സമയത്ത് പോയി രണ്ട് ദിക്കിൽ നിന്നും പൂജ വാങ്ങി. ഒരു ദിക്കിൽ കേമായിട്ടുള്ള സൽക്കാരാണ്, പൂർണ്ണവും ഭഗവച്ച് കേമായിട്ട് സ്വീകരിക്കേണ്ട രാജാവ്. 10-18 പേര് കൊണ്ടുപോകണു. കേമായിട്ട് വേണം കൊറ്റൊക്കെ പിടിച്ച് കൊണ്ടുകൊണ്ട് അഭിഷേകമുണ്ട്, കാലിരിക്കണം, എന്തൊക്കെയോ 10-12 വിഭവങ്ങൾ, ഗംഭീരമായിട്ടുള്ള പായസം. അത് സ്വീകരിച്ചു, അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ബ്രാഹ്മണൻ്റെ വീട്ടിൽ അത്രയൊന്നും സൗകര്യമില്ല, അവിടെ ആരും ഇല്ല. അദ്ദേഹം ഭഗവാൻ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും തോളിലുള്ള തോർത്തുണ്ടെടുത്ത് മുകളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ധുന്നൻ വാസോ നനർത്ത നൃത്തം വയ്ക്കുകയാണ്. അദ്ദേഹം ഭഗവാനെ സ്വീകരിച്ചിരുത്തി. അവിടെ ഗംഭീര സദ്യയൊന്നുമില്ല, നേദ്യച്ചോറുണ്ട്, ലേശം തൈരുണ്ട്, കടുമാങ്ങ, അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അത് കൊടുത്തു. അത് ഭഗവാൻ സന്തോഷമായിട്ട് കഴിച്ചു. രണ്ടുപേരെ ഒരുപോലെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ദരിദ്രനാണോ സമ്പന്നനാണോ എന്നുള്ള വ്യത്യാസം ആർക്കില്ല, ഭഗവാനില്ല. ഭക്തി ഉണ്ടോ അനുഗ്രഹിക്കും. രണ്ടുപേർക്കും സന്മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു, അവരെ മുക്തരാക്കി എന്നാണ്. സന്മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു എന്ന് കേട്ടപ്പോഴാണ് പെട്ടെന്ന് പരീക്ഷത്തിൻ്റെ ചോദ്യം, സത്തിനെ പറ്റി എങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനെയാണ് ശ്രുതിഗിതയ്ക്ക് മാറുന്നത്. എങ്ങനെ സത്തിനെ പറ്റി പറയും? സത്ത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ പറ്റി എങ്ങനെയാണ് പറയാൻ പറ്റുക? തുടക്കം മുതലേ അങ്ങനെ പറയുന്നുണ്ട്, ബ്രഹ്മത്തെ പറ്റി പറയാൻ സാധിക്കില്ല, കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, മൂക്കുകൊണ്ട് വാസനിക്കാൻ സാധിക്കില്ല, ചെവി കൊണ്ട് കേൾക്കാനോ നാവ് കൊണ്ട് പറയാനോ സാധിക്കില്ല. പിന്നെ ഈ പറയണതൊക്കെ എന്താ? 6 ദിവസമായി എന്താ പറയണു?
ബ്രഹ്മത്തെപ്പറ്റി പറയാൻ സാധിക്കില്ല. എന്നിട്ടിപ്പം 7 സമയം എന്താ കാണിക്കുന്നത്? അതാ ചോദ്യം. എങ്ങനെയാണ് നിർഗുണമായ ബ്രഹ്മത്തെപ്പറ്റി ഈ വേദം പ്രതിപാദിക്കുന്നത്? പറയാൻ പറ്റില്ല എന്നൊരു ഭാഗത്ത് പറയുക, എന്നിട്ട് പറയുകയും ചെയ്യുക. അതെങ്ങനെയാണ്? അത് പറയല്ല, പറയാതെ പറയുക. എന്താണ്? ആരും വ്യക്തമായിട്ടൊന്നും പറയണമൊന്നുമില്ല. പറയാതെ അങ്ങനെ പറയുമ്പോൾ നമുക്കിങ്ങനെ ഉള്ളിൽ ധ്വനിക്കും ആണ്. ഇപ്പം ഇരിക്കുന്നവരൊക്കെ കേട്ടിട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നാവും ധ്വനിക്കുന്നത്. ആ പറഞ്ഞതിൻ്റെ ആശയം അങ്ങനെ ഓരോ തരത്തിലും ധ്വനിക്കുകയാണ്. പറയാനേ പറ്റുള്ളൂ. ഭഗവാൻ ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ബ്രഹ്മം ഇന്നതാണെന്നും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. നാവ് കൊണ്ട് പറയാനും സാധിക്കില്ല. അതാണ് രാമകൃഷ്ണദേവൻ പറയും, ഇന്ന് വരെ എച്ചിലാക്കാത്ത ഒരേ ഒരു ശബ്ദമേ ഉള്ളൂ. ഏതാ അത്? പറയാൻ പറ്റില്ല, പറഞ്ഞാൽ എച്ചിലാവും. എന്താണ്? നാവുകൊണ്ട് ആരും പറഞ്ഞാൽ എച്ചിലായി, നാവുകൊണ്ട് പറഞ്ഞാൽ എച്ചിലാവും. ചിലർ ബ്രഹ്മം എന്ന് പറയണ്ട, ചിലർ ഈശ്വരൻ എന്ന് പറയുന്നത്, ചിലർ എന്തൊക്കെയോ പറയുന്നുണ്ട്, XYZ എന്തൊക്കെയോ പറയണു. പക്ഷെ ഇതുവരും അത് പറഞ്ഞാൽ എച്ചിലാവും. അതുകൊണ്ട് ആരും പറഞ്ഞിട്ടില്ല. എന്നാലും പല രീതിയിൽ പറയാതെ പറയുന്നു. ജഹത് ലക്ഷണ, അജഹത് ലക്ഷണ, ജഹത് അജഹത് ലക്ഷണ, അങ്ങനെയൊക്കെയാണ് അതിനെപ്പറ്റി പറയുക. ഒരു പദം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ വാക്യത്തിനൊരർത്ഥം ഉണ്ടാവും. വാച്യാർത്ഥം എന്ന് പറയുന്നതിന് അത് കേട്ട് കഴിഞ്ഞാൽ ഒരർത്ഥം, ലക്ഷ്യാർത്ഥവും ഉണ്ടാവുന്നതാണ്. ചില സമയത്തൊക്കെ നമ്മൾ വാച്യാർത്ഥത്തെ തള്ളിയിട്ട് ലക്ഷ്യാർത്ഥം എടുക്കേണ്ടി വരും. എന്ത് പറഞ്ഞു നോക്കാണ്ട് അതിൻ്റെ താല്പര്യം എടുക്കേണ്ടി വരും. ഭാഗവതമൊക്കെ അങ്ങനെയാണ്. ആ പറഞ്ഞത് മാത്രം എടുത്താൽ ചിലപ്പോൾ ചിലതിലൊക്കെ ക്ലേശിക്കും എന്നാണ്, ബുദ്ധിമുട്ടുണ്ടാവും. എന്തുദ്ദേശിച്ചെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. അങ്ങനെയാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെയായാൽ ഒന്നുകൂടി എളുപ്പമുണ്ട്. അല്ലെങ്കിൽ കുറേ ക്ലേശിക്കും. എത്രയോ പേര് പല സംശയമായിട്ട് ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സംശയം പിന്നെ നീ പറയണമെന്ന് ശ്രദ്ധിക്കില്ല, അത് ആലോചിച്ചിരിക്കുക, അതുകൊണ്ട് പറയണില്ല. അങ്ങനെ കുറേ സംശയങ്ങൾ ഇതിലുണ്ട്. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഉദ്ദേശം മനസ്സിലാക്കുക, അതാണ് പ്രധാനം. നമ്മളും അങ്ങനെ തന്നെയാണ്. വീട് എവിടെയാണ് ചോദിച്ചാൽ ചിലപ്പം പറയും ദിക്കിലാണ്, MG റോഡിലാണ് വീട്. MG റോഡിൽ വീടുണ്ടാവുമോ? റോഡിൽ വീടുണ്ടാവില്ല, വണ്ടിക്ക് പോകണ്ടേ? ഗവൺമെൻറ് സമ്മതിക്കില്ല റോഡിൽ വീടുണ്ടാക്കാൻ. പക്ഷെ ആ പറഞ്ഞതെന്ന് അർത്ഥെടുത്തു. MG റോഡിൽ വീടെന്ന് പറഞ്ഞാൽ MG റോഡിൻ്റെ സൈഡിലാണ്, ആ റോഡിലല്ല. റോഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് സൗകര്യം കാണിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ പറയാറുണ്ട്. ഇതുപോലെയാണ്. ചിലപ്പോൾ അങ്ങനെയാവും പറയാം, ആ പറഞ്ഞത് മാത്രം എടുത്താൽ പോരാ, പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് എടുത്തിട്ട് ആ വാച്യാർത്ഥത്തെ അങ്ങോട്ട് തള്ളൂ. അമ്മ കുട്ടിയോട് പറഞ്ഞു, ശ്രദ്ധിക്കണം കേട്ടോ, അതാ നെല്ലൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്, കാക്ക കൊത്താണ്ട് നോക്കണം എന്ന് പറഞ്ഞു. അമ്മ കുളി കഴിഞ്ഞ് വരുമ്പോൾ നെല്ലൊന്നും കാണുന്നില്ല. കുട്ടിയോട് ചോദിച്ചു, എന്തേ? എന്നോട് ഞാൻ പറഞ്ഞതല്ലേ കാക്ക കൊത്താണ്ട് നോക്കണമെന്ന്. കുട്ടി പറഞ്ഞു, നോക്കിയല്ലോ കാക്ക കൊത്തിയില്ല, കോഴിയാണ് കൊത്തിയത്. നല്ല കുട്ടി അല്ലേ, നല്ല വിവരമുള്ള കുട്ടി. കുട്ടി എന്ത് ചെയ്തു? വാച്യാർത്ഥം മാത്രം എടുത്തു, ലക്ഷ്യാർത്ഥം എടുത്തില്ല. അമ്മ പറഞ്ഞത് എന്താ? അമ്മയുടെ ഉദ്ദേശം എന്തായിരുന്നു? നെല്ല് സംരക്ഷിക്കണം എന്നാ. പിന്നെ അങ്ങനെ പറഞ്ഞില്ല, അതൊരു ഭാഷ അല്ലെ, കുട്ടിക്ക് മനസ്സിലാവണ പോലെ കാക്ക കൊത്താണ്ട നോക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കുട്ടി എന്ത് ചെയ്തു? വാച്യാർത്ഥം മാത്രം എടുത്തു. അങ്ങനെ മാത്രം എടുത്ത് അതേപോലെ ക്ലേശം ഉണ്ടാവും. ശ്രദ്ധിക്കണം, ലക്ഷ്യാർത്ഥം കൂടി എടുക്കണം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും പറയുക. ചില സമയത്ത് അല്ലാതെയും പറയും. പകുതി എടുത്ത് പകുതി ഒഴിവാക്കേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും. സ്വയം ദേവദത്ത, അങ്ങനെയൊക്കെയാണ് ഉദാഹരണം. ആ ദേവദത്തനാണ് ഈ ദേവദത്തൻ. ഈ ദേവദത്തൻ വേറെ, ഈ ദേവദത്തൻ വേറെ. ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം നമ്മളെ കൂട്ടുകാരനെ കാണുകയാണ്. അയാളങ്ങോട്ട് മനസ്സിലാവില്ല, അയാളങ്ങോട്ട് വളർന്നിട്ടേ അയാൾ ആ കട്ടി മീശയൊക്കെ അന്നൊന്നുമില്ലായിരുന്നു. അപ്പോൾ കട്ടി മീശ, ചുരുണ്ട മുടി എല്ലാം കൂടി അങ്ങോട്ട് കണ്ട് മനസ്സിലാവണില്ല. അപ്പം അദ്ദേഹം പറയുകയാണെന്ത്, സാർക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഓർമ്മയില്ല? അപ്പുറത്തെ വീട്ടിലുള്ള മെലിഞ്ഞുണങ്ങിയിട്ടുള്ള ഒരാൾ ഓർമ്മയുണ്ട്, ചെറിയ കുട്ടി, ട്രൗസർ ഇട്ടിട്ട്. ഇല്ല, ഓർമ്മയില്ല? അയാളാ ഞാൻ. അത് വേറെ, ആ ട്രൗസർ ഇട്ട കുട്ടിയല്ല ഇപ്പോൾ. അത് ആ കാലത്ത് ആ ദേശത്തുള്ള ആൾ ഇപ്പം ആണ്. എവിടെയാണ് പിന്നെ ഒരുമുള്ളത്? ആ ദേവദത്തനല്ല ഈ ദേവദത്തൻ. ആ കാലം ആ ദേശത്തെ തള്ളിക്കഴിഞ്ഞാൽ ഉള്ള വസ്തു ഒന്നാണ്, അത്രയേ ഉള്ളൂ. ഇതുപോലെയാണ് തത്വമസി ഉപദേശം. തത് ത്വമസി, അത് നീയാകുന്നു. അതെങ്ങനെയാണ് നീയാവുക? അതാകുന്നു, ഞാനാകുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ല, നീ അന്വേഷിക്കുന്ന അത് നീയാകുന്നു, അത് നീ തന്നെയാണെന്ന് പറഞ്ഞാൽ ആ കാലത്തെയും ദേശത്തെയും മാറ്റിയുള്ളത് വസ്തു ഒന്നാണ്. ഉദാഹരണം പറയാം, നമ്മുടെ ഫോട്ടോ തന്നെ നോക്കി നോക്കൂ, പഴയ ഫോട്ടോ. നമുക്കിപ്പോൾ നമ്മളെ മാറ്റം നമ്മൾ അറിയുന്നുണ്ടോ? ശരിക്കും അറിയണുണ്ടോ? സത്യം പറയണം, ശരിക്കും അറിയണുണ്ടോ? പ്രായമായത് അറിയണുണ്ടോ? ഉണ്ടോ? ആരറിയണു? പിന്നെ ഫോട്ടോ നോക്കി അറിയല്ലേ. കണ്ണാടി ഇല്ലയോ ശരിക്കും ലോകത്ത്? എനിക്ക് എൻ്റെ ദേഹത്ത് തന്നെ എൻ്റെ ഛായ എങ്ങനെയാണെന്ന് എനിക്ക് നിശ്ചയില്ല. അറിയോ? ഞാൻ പറയുമ്പോൾ ഞാൻ കാണുന്നുണ്ടോ എന്നെ? ഇല്ല. നിങ്ങൾ കണ്ട അഭിപ്രായം പറയണതും കണ്ണാടി നോക്കിയിട്ടൊക്കെ ഞാൻ അങ്ങനെ നിശ്ചയിക്കുകയാണ് എങ്ങനെയെന്ന്, അല്ലാതെ എനിക്കറിയില്ല. എൻ്റെ പഴയ രൂപം, 3 വയസ്സുള്ള കുട്ടി ഫോട്ടോ, ആ ഫോട്ടോ അങ്ങോട്ട് രൂപം ധരിച്ച് ഇവിടെ വന്നിരുന്ന് എനിക്ക് മനസ്സിലാവും ഞാനാണ്. മനസ്സിലായില്ല? ആ കുട്ടിയെ വന്നിരുന്നു ഞാൻ തന്നെയാ, എനിക്ക് മനസ്സിലാവുമോ? ഞാൻ വിചാരിക്കും ഒരു കുട്ടി എന്ന് വിചാരിക്കുള്ളൂ, എനിക്കറിയില്ല, ഞാനത് തോന്നണില്ല. അതാണ് എന്ന് പറഞ്ഞാൽ ശരീരം ഞാനാണെന്നുള്ള വിചാരം ഇല്ല. അതാണ് ഉള്ളതെന്താ? ബോധം മാത്രം. ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള വസ്തു നമ്മളൊക്കെ ഒന്നാണ്. അതാണ്. ഇതാണ് തത്വമസി. നീ അന്വേഷിക്കുന്നത് നീ തന്നെ. തത് ത്വമസി. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ത്വന്ന് പറഞ്ഞാൽ ജീവൻ. ബ്രഹ്മവും ജീവനും ഒന്ന് തന്നെ ആണ്. ആ ഉപാധികൾ അങ്ങോട്ട് മാറ്റിയാൽ മതി.
ഇങ്ങനെയാണ് ഉപദേശിക്കുക. പിന്നെ ഇന്ന് തടസ്ഥ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയണ വിഷയം വെച്ച് അറിയാത്ത വസ്തുവിനെ ബോധിപ്പിക്കുക. ബ്രഹ്മാനന്ദം നമുക്കറിയില്ല. നമുക്കറിയണ ആനന്ദം എന്താ? ലൗകികമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയുള്ള ആനന്ദം നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് പറയുകയാണ്. അതാണ് രാസക്രീഡ. കാമുകൻ കാമുകീ ഭാവം അത് നമുക്ക് നിശ്ചയുണ്ട്. ജീവൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങി വീഴും. അതന്നെ, അത് പറഞ്ഞില്ല. പക്ഷെ പറഞ്ഞു വരുന്നത് തന്നെയാണ്. അലൗകികമായ വിഷയത്തെ നമുക്ക് അറിയില്ല. അപ്പോൾ ലൗകികമായിട്ടുള്ള വിഷയം നമുക്കറിയുള്ളൂ. അപ്പം നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് നമുക്കറിയണത് പോലെ പറഞ്ഞു തരികയാണ്. തത്വാർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ അനുഭവിക്കുന്ന ആനന്ദം എത്ര വലുതാണ് നമുക്കറിയില്ല. അപ്പം ഉപനിഷത്തിൽ പറയാറുണ്ട്, ഏതുപോലെ ചോദിച്ചാൽ യുവാവായിട്ടിരിക്കുക. എന്താണ്? ചെറുപ്പമായിട്ടിരിക്കുക, ഒരു രോഗവും ഇല്ലാണ്ടിരിക്കുക, നല്ല സൗന്ദര്യം ഉണ്ടാവുക, നല്ല ശമ്പളമുള്ള ജോലി ഉണ്ടാവുക, പറഞ്ഞാൽ കേൾക്കുന്ന ഭാര്യ, മിടുക്കനായിട്ടുള്ള കുട്ടി, നല്ല വീടും. അയാൾ എത്ര സന്തോഷം അനുഭവിക്കും? അത് നമുക്ക് മനസ്സിലാവും ഇല്ലേ? മനസ്സിലായില്ലേ? അതിൻ്റെ ഒരു 1000 ഇരട്ടി, പോരാ, 1,000,000 ഇരട്ടി ആനന്ദമാണ്. അതൊന്നല്ല ബ്രഹ്മാനന്ദം. പക്ഷേ നമുക്ക് മനസ്സിലാവണം വെച്ചാൽ അങ്ങനെ പറഞ്ഞാലേ പറ്റൂ. അതിനു വേണ്ടി പറയുകയാണ്. അപ്പം നമ്മൾ ശ്രമിക്കും അതിനു വേണ്ടിയിട്ട്. ഇതൊന്നുമല്ല, അങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ലേ ബ്രഹ്മാനന്ദത്തെ. പക്ഷെ അങ്ങനെ പറയുന്ന ഏർപ്പാടുണ്ട്. അതുപോലെയാണ് തടസ്ഥ ലക്ഷണം. കുട്ടിക്ക് മനസ്സിലാവണ വിഷയം വെച്ച് അമ്മ കാണിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് ചന്ദ്രനെ കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. ആകാശത്തേക്ക് നോക്കൂ പറഞ്ഞാൽ കുട്ടി നോക്കണമില്ല. കുട്ടിക്ക് എന്താ ആകാശമെന്നും എന്താ ചന്ദ്രൻ എന്നും അറിയില്ല. ചന്ദ്രനെ നോക്കൂ, കുട്ടി നോക്കണില്ല. ചന്ദ്രനെ നോക്കൂ, കുട്ടി നോക്കണില്ല. അവസാനം അമ്മയ്ക്ക് മനസ്സിലായി കുട്ടിക്ക് ചന്ദ്രൻ എന്താണെന്ന് അറിയില്ലല്ലോ. കുട്ടിയോട് പറഞ്ഞു, മുറ്റത്തുള്ള മാവ് കണ്ടോ? മാവ് കണ്ടു. അത് നിശ്ചയുണ്ട്. ആദ്യം ഊണ് കൊടുക്കുമ്പോൾ തന്നെ കാണിച്ചു കൊടുക്കാറുണ്ട്. മാവ് കണ്ടു, കാക്കയെ കണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. മാവ് കണ്ടു. കൊമ്പ് കണ്ടോ? കൊമ്പ് കണ്ടു. ഇല കണ്ടോ? ഇല കണ്ടു. ആ കൊമ്പിൻ്റെ ഇലേൻ്റെ ഇടയിൽ ചന്ദ്രനെ കണ്ടോ? ചന്ദ്രനെ കണ്ടു. കൊമ്പിൻ്റെ ഇലേൻ്റെ ഇടയിലല്ല ചന്ദ്രൻ. ആണോ? നമ്മൾ എഴുതി വെച്ചു, കൊമ്പിൻ്റെ ഇലയുടെ ഇടയിലാണ് ചന്ദ്രൻ ഇരിക്കുന്നത്. ഒന്നുമല്ല. പക്ഷെ ആ കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു. ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കേണ്ട. അത് ഭാഗവത്തിൽ ഇങ്ങനെ പറയും, ദേവി ഭാഗവത്തിൽ വേറൊന്നും പറയാം, ശിവപുരാണത്തിൽ വേറൊന്നായിരിക്കും പറയുക, നാരായണത്തിൽ പറഞ്ഞൊന്നും ലേശ വ്യത്യാസമൊക്കെ ഉണ്ട്, ഭാഗവത്തിൽ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് നമുക്ക് മനസ്സിലാവണത് പോലെ ശ്രോതാക്കളെ നോക്കിയിട്ടാവും പറയുക, സ്ഥലം നോക്കിയിട്ടാവും പറയുക, വസ്തു തന്നെ. അതൊക്കെ ആ രീതിയിൽ മനസ്സിലാക്കാനുള്ള വകതിരിവ് വിവേകം ആർക്ക് വേണം? നമുക്ക് വേണം. അതാണ് തടസ്ഥ ലക്ഷണം. നമുക്ക് അറിയുന്ന വിഷയം വെച്ച് അറിയാത്തതിനെ കാണിച്ചു തരിക. പിന്നെ ഭഗവാനെ പറ്റി പറയാൻ സാധിക്കില്ല. പറയേണ്ട വിഷയവുമല്ല. അസ്മൃത കണ്ഠമണി എന്നാണ്. നമ്മൾ അനുഭവിക്കുക, അറിയാന്നൊക്കെ പറഞ്ഞാൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കുക. എന്ത് മനസ്സിലാക്കുക? ഭഗവാനെ അനുഭവിക്കുക. മുക്തി കിട്ടുക. എന്ത് കിട്ടുക? കിട്ടാനുള്ള വിഷയമാണോ? കിട്ടിയതൊക്കെ നഷ്ടപ്പെടുന്നല്ലേ പറയണത്. അങ്ങനെ മുക്തി കിട്ടണതാണെങ്കിൽ മുക്തി നഷ്ടപ്പെടും ചെയ്യും. ഇതുകൊണ്ട് ഇവിടെ എടുത്ത് പറഞ്ഞു, കിട്ടണതല്ല. അസ്മൃത കണ്ഠമണി. ഇപ്പം നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു, അത് നഷ്ടപ്പെട്ടില്ല കേട്ടോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് ഭാഗവതം ചെയ്യണത്. നഷ്ടപ്പെട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുക. കഴുത്തിലുള്ള നെക്ലേസ് ചിലപ്പം നഷ്ടപ്പെട്ടു തോന്നില്ലേ? കഴുത്തിന് ഇറങ്ങി നിൽക്കുന്ന മാലയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ തിരക്കുള്ള ദിക്കിലൊക്കെ എത്തിയാൽ നമ്മൾ അറിയാണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തോന്നും, എന്ത് പോയി തോന്നും ഇല്ലേ? അങ്ങനെ നോക്കിയാൽ കാണുമില്ലേ? അപ്പോൾ പെട്ടെന്ന് തിരക്കുള്ള ബസ്സിലൊക്കെ കയറുമ്പോഴേ കണ്ടിട്ടോ 8 പവൻ, പെട്ടെന്ന് ഒരു നിമിഷം ഞെട്ടിയില്ലേ? പോയിട്ടൊന്നുമില്ല, പക്ഷെ ഞെട്ടിയല്ലോ. പോയി എന്നുള്ള വിചാരം കേട്ടുണ്ടായപ്പോഴേക്കും ഞെട്ടി. തൊട്ട് നോക്കിയപ്പം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. അത്രയേ വേണ്ടു. ഉണ്ടെന്ന് പറഞ്ഞാൽ മതി ഒരാശ്വാസം. ഇതന്നെയാണ് സംഗതി. ഈ ഭാഗവതം കേൾക്കുന്നതിലൂടെ അറിയണത് എന്താ? നമ്മളൊക്കെ നെക്ലേസ് പോയിട്ടില്ല, കഴുത്തിലുണ്ട്, പോയിച്ച് നിൽക്കുകയാണ്. പോയില്ല എന്ന് കാണിച്ചാൽ അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ഇറക്കുകയാണ്, 2 റുപ്യ തരുമോ 2 റുപ്യ തരുമോന്ന്. അപ്പോഴാണ് റെസീറ്റും കൊണ്ട് വരികയാണ്, 1 കോടി റുപ്യ ബാങ്കിലുണ്ട്, ഓർമ്മിപ്പിക്കുക. ഇനി ഇറക്കണ്ട, കണ്ട സമ്പന്നരാണ്. അത് മറന്നുപോയി. സമ്പത്തുള്ള കാര്യം വിട്ടുപോയി, FD ഇട്ട കാര്യം മറന്നുപോയി. എന്ത് ചെയ്യും? അത് ഓർമ്മിപ്പിക്കുകയാണ്, അത്രയേ ഉള്ളൂ. കണ്ണട വെച്ചിട്ട് തന്നെ കണ്ണട തപ്പാറില്ലേ? കണ്ണട ഉള്ളവർക്കൊക്കെ ഈ സൂക്കേടുണ്ട്, എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. കണ്ണട വെച്ചും കൊണ്ട് കണ്ണട തപ്പും. മേശ തുറന്ന് നോക്കാൻ കാണില്ല, അളമാര് തുറന്ന് നോക്കിയാൽ കാണില്ല. കുട്ടിയെ വഴിക്ക് ഓടിപ്പോകുമ്പോൾ അതിന് 2 അടി അടിച്ചു, നീ തന്നെ എടുത്തുണ്ടാവും, എനിക്ക് നിശ്ചയുണ്ടെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ വെറുതെ ഒന്നുമല്ല. ഇതുപോലെയാണ് നമ്മൾ സത്യം അറിയാണ്ട് കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെടുകയാണ്. അവനാണ് കുറ്റക്കാരൻ, ഇവനാണ് കുറ്റക്കാരൻ, ഈ ഈശ്വരനെ അറിയാത്തതാണ് കുറ്റം. അത് മനസ്സിലായിട്ടുമില്ല. അവസാനം മകളെ വിളിച്ച് പറയും ചെയ്തു പരാതി. അത് അമേരിക്കയിലുള്ള മകളാണ്. അതിനെ വിളിച്ചിട്ട് അമ്മയുടെ 12,000 റുപ്യയുടെ കണ്ണട പോയി മോളെ എന്നൊക്കെ പറഞ്ഞ് മോളെ വിളിച്ച് കരയും ചെയ്തു. പാവം അത് അവിടുന്ന് വിഷമിക്കുക, കണ്ണട പോയി എന്ന് പറഞ്ഞിട്ട്. പിന്നെന്തോ അങ്ങനെ ആ പെരയ്ക്ക് ചുറ്റും ഓടി നടക്കുമ്പോഴാണ് അടുത്ത വീട്ടിലെ അമ്മ പറഞ്ഞു, എന്താ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. ഒന്നും പറയണ്ട, എൻ്റെ കണ്ണട. അപ്പം ആ അമ്മ പറഞ്ഞു, മൂക്കത്തെന്താ? അപ്പോഴാണ് പോയില്ല. ആ ചൂണ്ടിക്കാണിച്ച അമ്മയ്ക്ക് നമ്മളെന്ത് വിളിക്കാം? ഗുരു ആണ്. ഗുരു കണ്ണട വാങ്ങിക്കൊണ്ടിരൊന്നുമില്ല. ഗുരു എന്ത് ചെയ്യും? കണ്ണട ഉണ്ടിട്ടൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഓർമ്മിപ്പിക്കുക. പ്രത്യഭിജ്ഞ എന്നാ പറയുക. അറിവൊന്നുമല്ല, തിരിച്ചറിവ് ഉണ്ടെന്നുള്ളത് അറിയുക. ജ്ഞാനം ഉണ്ടാക്കാൻ പറ്റുന്നതല്ല, അജ്ഞാനമില്ലാണ്ടാക്കേ ചെയ്യുന്നുള്ളൂ. അതാണ് ഗുരുനാഥൻ ചെയ്യണത്. അല്ലാതെ ഞാൻ ഉണ്ടാക്കി തരുന്നില്ല. നമ്മളെ കഥ വിചാരിക്കണം ഞാനുണ്ടാവുന്നില്ല.
അജ്ഞാനം നീക്കിത്തരും എന്നാണ്. ആ ക്ലാവ് മാറ്റിത്തരും. തേച്ച് 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 അങ്ങോട്ട് നേരെയാകുമ്പോൾ തിളങ്ങും ഇങ്ങനെ. അത്രയേ ഉള്ളൂ. പിന്നെ നേരെ തിരിച്ചു വന്നു, വീട്ടിലെത്തി, വലിയ സന്തോഷമായി. കന്നഡ പോയില്ലല്ലോ, വലിയ സന്തോഷമായി. മകളെ വിളിച്ചു. എന്തിനാ വിളിച്ചത്? നേരത്തെ അവളോട് പറഞ്ഞു പോയി എന്ന്. ഇപ്പോൾ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? മോളെ കന്നഡ കിട്ടിയോ? പോയോ? പോയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. എന്നിട്ട് എന്താ പറഞ്ഞത്? നേരത്തെ പോയി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ കിട്ടിയെന്ന് പറയണം. അതാണ് അത് വേണം. ആ പറഞ്ഞ സ്ഥിതിക്ക് പറയണ്ടേ? അത്രയേ ഉള്ളൂ. അങ്ങനെ മുക്തി കിട്ടി എന്നൊക്കെ പറയാം. അത്രയേ ഉള്ളൂ. എന്ത് ബന്ധനം, എന്ത് മോക്ഷം. അസ്മൃത കണ്ഠമണി, അതാണ് ഉദാഹരണം. പിന്നെ ഭഗവാനെ പറ്റി പറയണതോ നേതി ഇതല്ല അതന്നിരസനേന ഭവന്നിധനാഹ. ഇതല്ല എന്ന് പറയാനേ പറ്റുള്ളൂ. മനുഷ്യനല്ല, മൃഗമല്ല, സസ്യമല്ല. അല്ല പറയുമ്പം അതല്ല വിചാരിക്കരുത് കേട്ടോ. അതാണ് കുഴപ്പം. സസ്യവുമാണ്, മൃഗവുമാണ്, പക്ഷിയുമാണ്, പുരുഷനുമാണ്, സ്ത്രീയുമാണ്. എന്നാൽ സ്ത്രീയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ എന്താ ദോഷം? പുരുഷൻ ഭഗവാൻ എല്ലാവരും. അതാ കുഴപ്പേ. ഭഗവാൻ ഉണ്ട് തന്നെ പറയരുതെന്നാ പറയാ. എന്താണ്? ഭഗവാൻ ഉണ്ടെന്ന് പറയരുത്. എന്താ പറയേണ്ടത്? ഇല്ലയെന്നല്ല, ഭഗവാനേ ഉള്ളൂ എന്താ പറയേണ്ടത്? ഭഗവാനേ ഉള്ളൂ. കാരണം ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വേറൊരർത്ഥം എന്താ? ഭഗവാൻ അല്ലാത്ത പലതും ഉണ്ടെന്നൊരർത്ഥം അവിടെ വരുന്നുണ്ട്, ഒരു ധ്വനി വരുന്നുണ്ട്. ഈശ്വരനുണ്ട്, ചെകുത്താനും ഉണ്ടെന്ന് വരും. ഇല്ലില്ല, ഈശ്വരനേ ഉള്ളൂ എന്നാണ്. ആത്മാവാസ്യമിതം ആണ്. ഏകമേവ, രണ്ടില്ല, അദ്വിതീയം ആണ്. ആവർത്തനം സ്വതവേ ഇല്ല, അങ്ങനെ പറയാറില്ല. എന്നിട്ട് പോലും ആവർത്തിക്കുകയാണ്. ഏകമേവ എന്ന് പറഞ്ഞു, ഒന്നേ ഉള്ളൂ. എന്നിട്ട് ഉറപ്പിക്കുകയാണ് അദ്വിതീയം. രണ്ട് തോന്നും, പക്ഷെ ഇല്ല കേട്ടോ. നേഹനാനാസ്തി കിഞ്ചന, പലതുകൾ ഇവിടെ ഇല്ല. ഉള്ളത് ബ്രഹ്മം മാത്രം, ഈശ്വരൻ മാത്രം. അതെന്നെ ശരീരമായിട്ട് തോന്നുന്നു, അതെന്നെ മനസ്സായിട്ട് തോന്നുന്നു, അതൊക്കെ തോന്നല. ഉള്ളത് ഈശ്വരൻ മാത്രം. ഈശ്വരൻ്റെ സ്വരൂപം ആനന്ദം. ഉദാഹരണം ഉറക്കം. ഉറക്കത്തിൽ എന്തേ ഉള്ളൂ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. എന്ത് സുഖം! ഇത്ര നല്ലൊരു ഏർപ്പാട് ലോകത്ത് വേറില്ല. എത്ര സുഖമായിട്ടല്ലേ! ആരും ദുഃഖമായിട്ട് ഉറങ്ങണില്ലല്ലോ. എല്ലാ ഏർപ്പാടും അതിന് വേണ്ടിയിട്ടല്ലേ? അതെ, അതാണ് ആനന്ദം. അത് ഭഗവാന്റെ സ്വരൂപം. ശരി, ഇവിടെ പരീക്ഷത്ത് പറഞ്ഞു, അതൊക്കെ അങ്ങ് പറയുമ്പോൾ ഒക്കെ സംഗതി ശരി തന്നെയാണ്, അങ്ങയോട് ഞാൻ തർക്കിക്കാനൊന്നുമില്ല. പക്ഷേ അനുഭവത്തിൽ അതല്ല. നമ്മളെപ്പോലെ തന്നെ അതൊക്കെ പറയുമ്പം ഞാൻ എതിരൊന്നും പറയണില്ല. പക്ഷേ അനുഭവത്തിൽ ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. പറഞ്ഞു അതെന്താ ചോദിച്ചാൽ, അനുഭവത്തിൽ അതല്ലാത്തത് ഉപാസനയുടെ പോരായ്മയാണ്. അങ്ങ് നിരന്തരം വിചാരം ചെയ്യാത്തത് കൊണ്ടാണ്. നിരന്തരം വിചാരം ചെയ്താൽ ഉറപ്പിക്കാൻ സാധിക്കും. ഈ കാണുന്നതൊക്കെ ഈശ്വരൻ നിരന്തരം വിചാരം ചെയ്യും, സാധിക്കും. സാധിക്കാത്ത വിഷയമൊന്നുമല്ല. പക്ഷെ പലർക്കും അത് വേണമെന്നില്ല. അതവിടെ കുഴപ്പം. അങ്ങനെ വിചാരം ചെയ്താലുള്ള കുറച്ച് ദോഷങ്ങളുണ്ട്. നമ്മുടെ ഈ ഏടാകൂടം നടക്കില്ല. അപ്പോൾ നമ്മളത് വേണ്ടാന്ന് വെക്കുകയാണ്. അധികം ആൾക്കാർക്കും ഭൗതികമായിട്ടുള്ള നേട്ടം മാത്രമേ ആവശ്യമുള്ളൂ. ശാന്തി വേണമെന്നില്ല. പണം വേണം, പ്രശസ്തി വേണമെന്നേ ഉള്ളൂ. സമാധാനം വേണമെന്നില്ല. മൃഗാസുരനെ പോലെ.